സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോന്ന് ചോദിച്ചാല് യൂട്യൂബ് ഒക്കെ നോക്കാറുണ്ട് എല്ലാരും നോക്കും പോലെ. പക്ഷെ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ല. കാരണം ഇൻസ്റ്റഗ്രാമിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര നല്ല അഭിപ്രായം അല്ല ഉള്ളത്. കാരണം ഞാൻ എന്റെ കൺമുന്നിൽ തന്നെ പല ഫ്രണ്ട്സും ഇൻസ്റ്റഗ്രാം എടുത്തത് വഴി അവരുടെ ഒരു ലൈഫിൽ വരുന്നൊരു ചേഞ്ച് ഞാൻ കണ്ടറിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടില്. എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമില് നമ്മൾ ആദ്യം ജസ്റ്റ് ചുമ്മാ ഒരു അക്കൗണ്ട് പോലെ ആയിരിക്കും തുടങ്ങുന്നത്. പക്ഷെ പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരും, അവരയക്കുന്ന മെസ്സേജ് നമ്മൾ റിപ്ലൈ കൊടുക്കും. ഓരോ ക്ലിങ് കേൾക്കുമ്പോഴും അയ്യോ അതെന്താണ് എന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത നമുക്ക് കാണും. അപ്പോ അത് വെച്ചിട്ട് പിന്നെ അത് വേറെ വേറെ രീതികളിലേക്ക് അത് പോകും. നമ്മുടെ പഠിത്തത്തിനെ അത് അഫക്ട് ചെയ്യും. ഒരുപാട് ഭയങ്കര സീരിയസ് ആയിട്ട് നമ്മുടെ അറ്റൻഷനെ സോഷ്യൽ മീഡിയ കൊണ്ടുപോവാണ് എന്നാണ് പറയുന്നത്. പരിധി വരെ നമ്മുടെ അറ്റൻഷനെ സോഷ്യൽ മീഡിയ കൊണ്ടുപോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അപ്പച്ചമാരും അമ്മച്ചിമാരും ഒന്നും ഇങ്ങനെ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു കാര്യം നോക്കാനായിട്ട് എണീറ്റ് പോവാറില്ല. നമ്മളത് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവരിപ്പോ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ അത് തീർത്തതിന് ശേഷം അടുത്ത പണിയിലേക്ക് പോകും, അല്ലെങ്കിൽ അത്രയും അത്യാവശ്യമായിരിക്കണം. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പൊ നമുക്കൊരു കോള് വരെയാണ്, അല്ലെങ്കിൽ കോള് പോട്ടെ, അത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് പറയാം, ഒരു നോട്ടിഫിക്കേഷൻ വരുവാണ്, അയ്യോ അതെന്തായിരിക്കും, അയ്യോ അവരയച്ച മെസ്സേജ് ആയിരിക്കോ, ഞാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ആയിരിക്കോ, അത് അറിയാനുള്ളൊരു വ്യഗ്രത നമ്മളപ്പോ അത് ഉടനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അടച്ചു വെച്ചിട്ട് അത് എടുത്തോണ്ട് പോകും. ഈ സോഷ്യൽ മീഡിയ കാലത്ത് നമുക്ക് ഇതിനെയൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് അതിനെ നിയന്ത്രിച്ചുകൂടി.